ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ മൊത്തത്തിൽ മഴയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മച്ചി കുറച്ച് സാധനത്തിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ നേരെ വിനോദേട്ടൻ്റെ അടുത്ത് പോയിട്ട് ആ കുടയൊന്ന് തരുമെന്ന് വെച്ചാൽ അതും മേടിച്ച് നേരെ ഇനി ഒളയമലേക്കാണ് കേട്ടോ. ഒരു സ്റ്റോപ്പില്ല, കാരണം മഴ അങ്ങനെ കനത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നേരെ ATM കയറിയിട്ട് വേണം നമുക്ക് എന്തായാലും സാധനം എടുക്കാൻ വേണ്ടി പോകാൻ. കാരണം എന്താ വെച്ചാൽ ആദ്യം പൈസ എടുത്താലല്ലേ സാധനം തരുള്ളൂ. അങ്ങനെ ഞാൻ ATM മുന്നിൽ എത്തി നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു മഴയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ അതിൽ ആളുണ്ടായപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് ഒരു 1000 റുപ്പീസ് എടുത്ത് അത്രയുള്ളൊരു ബഡ്ജറ്റേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. നേരെ റാഹത്ത് ചിക്കനിൽ എത്തിയേക്കുമ്പോൾ വരി പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം മീനിൻ്റെ വില അങ്ങനെ കുതിച്ച് കയറുന്നതിനോണ്ടാണോന്നറിയില്ല, എല്ലാവരും ഒരു ചിക്കൻ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ആകുമ്പോൾ അത് അവിടെ അങ്ങ് കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഷ് മാത്രമാക്കി നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ അതും അവിടെ കഴിഞ്ഞ് കുട്ടികളെ പറ്റിക്കാനൊക്കെ അതൊക്കെ ആണല്ലോ എളുപ്പം. അങ്ങനെ കുറച്ച് ഹൈസാപ്പിനും കുറച്ച് കാടമുട്ടയും പിന്നെ ചിക്കനും ഒക്കെ വാങ്ങിയിട്ട് നേരെ ഞാനിത് പ്രിയ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ കയറുന്നത്. അവിടെ ഓഫർ പ്രൈസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ബമ്പർ സമ്മാനം വാഷിംഗ് മെഷീൻ എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒന്നും നോക്കാനില്ല, നമ്മൾ പിന്നെ വന്നാൽ എത്ര പോയാലും ചീക്കിലോടും പ്രിയയിലേ എത്തുള്ളൂ. അങ്ങനെ ഞാനിത് നേരെ അങ്ങോട്ടാണ് കയറി പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ ആദ്യമത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോപ്കോൺ കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ അത് മേടിക്കാനുണ്ട്. അതിന് മുന്നേ ഉമ്മച്ചിനാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഓയിൽ മേടിച്ചില്ലെങ്കിൽ ഉമ്മച്ചി ഞാൻ അകത്തേക്ക് കയറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എന്താക്കി ഓയിലും എടുത്തു. പിന്നെ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹൈസാപ്പു ആദ്യം പറയുന്ന ഒരു കാര്യം, തണുപ്പായാലും ചൂടായാലും ഈ ഐസ്ക്രീം കേട്ടോ. അവിടെ പോയപ്പോൾ എനിക്ക് തോന്നി വേണ്ട ആവശ്യമില്ലാത്ത സുഖങ്ങൾ വിളിച്ച് വരുത്തേണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെ തന്നെ ക്ലോസ് ചെയ്തിട്ടോ. നേരെ പോപ്കോണിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ആദ്യക്ക് വേണ്ട 3-4 ഫ്ലേവേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായത്. കാരണം തണുപ്പൊക്കെ അല്ലേ, കുട്ടികൾക്ക് കുഞ്ഞു കുഞ്ഞു വിശപ്പ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ബാർബിക്യൂവിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഉള്ളതാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ പിന്നെ 5 പറഞ്ഞപ്പോൾ ഞാൻ നല്ലതാണ് മേടിച്ചു, കുട്ടികളെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ അല്ലറച്ചില്ല സാധനങ്ങളൊക്കെ മേടിച്ച് വേഗം അവിടെ കൊണ്ടുപോയി ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ ഇനി പോകുന്നത് പൂള ചിപ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പൂള പൊരിച്ചതും പിന്നെ അവിടെ കായ് വറുത്തതും കിട്ടാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ഞാൻ അടുത്തായിട്ടാണ് നമ്മൾ കഴിച്ച് തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹൈസ മെനിഞ്ഞാന്നും അതുപോലെ തന്നെ പറഞ്ഞു, അളിയും കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതും കൂടി ഒരു പേക്ക് എക്സ്ട്രാ മേടിക്കാമെന്ന് വിചാരിച്ചത് പൂള പൊരിച്ചതും ആ കായ് പൊരിച്ചതും മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കാറിലേക്ക് ഇനി നേരെ അങ്ങോട്ട് നടന്നു പോകണം പച്ചക്കറി മേടിക്കാൻ. അങ്ങനെ ഭയങ്കര മഴയാണ്, എല്ലാവരും ഓരോ സ്ഥലത്ത് കയറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ അവിടെ കയറി ഞാൻ പറഞ്ഞു മുസ്തക്ക എനിക്ക് നേരല്ല വേഗം കിട്ടണം. കാരണം ലേറ്റായി തുടങ്ങി, വീട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മഴ ആയതുകൊണ്ട് എവിടെ പോയി എന്നുള്ളൊരു ആദ്യം ഉമ്മച്ചിക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വേഗം എടുത്ത് തരാം. അങ്ങനെ അന്നേരം ആരും ഇല്ലാത്തതിനോണ്ട് എനിക്ക് വേഗം പച്ചക്കറിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വേഗം കവറിലൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് നേരെ ഒരു ഓട്ടോ കിട്ടണം. അപ്പോൾ ഫൈം അവിടെ ബേക്കറിയിൽ നിൽക്കുന്നതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ പച്ചക്കറി മേടിച്ചാൽ വിളിച്ചാൽ നീ ഒരു ഓട്ടോ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ മതി. അങ്ങനെ അവളൊരു ഓട്ടോ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫൈമ് പിന്നെ വണ്ടിമേൽ പോകട്ടെ ചെറുങ്ങനെ ഒരു മഴയ്ക്ക് ഒരു കുറവ് വന്നപ്പോൾ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും നോക്കാനില്ല, വേഗം മേടിച്ച സാധനം അവിടെ ഏൽപ്പിക്കണം. അങ്ങനെ വിനോദേട്ടൻ്റെ കയ്യിൽ ആ കൂടെ തിരിച്ചു കൊടുത്ത് താങ്ക് യു സോ മച്ച് ഒക്കെ പറഞ്ഞിട്ട് നേരെ ഓട്ടോ ഓടി കയറിയിട്ടുണ്ടായിരുന്നേ. ഓട്ടോ കയറി ഞങ്ങൾ സാധനമൊക്കെ ആയിട്ട് അകത്തേക്ക് വരുന്നത് വലിയമ്മച്ചി ദിക്കറ ചൊല്ലിയും കൊലയിൽ തന്നെ ഉണ്ടായിരുന്നു. അതും ഒരു സന്തോഷം. അങ്ങനെ നേരെ കയറുമ്പോൾ അളിയനൊക്കെ തണുത്ത് വിറച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ഒന്നുകൂടി ഒരു ഷോ ഓഫ് അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഉമ്മച്ചി അപ്പോഴേക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചായയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടീസൊക്കെ വരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് സെൽവ നമ്മളെ കാർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അളിയൻ ഉണ്ടായതിനോട് ഇപ്പോൾ വണ്ടി ആവശ്യമാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നിശക്ക ഇല്ലാത്തതിനോട് വണ്ടി എടുത്താനുണ്ട്, അല്ലെങ്കിലും അളിയൻ വന്നാൽ പിന്നെ അളിയൻ്റെ കയ്യിലാണ് വണ്ടി ഉണ്ടാവാറ്. അപ്പോൾ അത് അസ്രാപ്പച്ചിൻ്റെ അവിടെയും അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കൂട്ടി പോവാണ് കേട്ടോ. അപ്പോഴേക്കും അളിയൻ കൊണ്ടുവന്ന കടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്ക് എന്താ വേണ്ടതെന്ന് ഓരോരുത്തർ പറഞ്ഞാൽ മതി. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നാണ് വലിയമ്മച്ചിക്ക് കൊടുക്കുക. അപ്പം അളിയൻ വേഗത വലിയമ്മച്ചിക്ക് അട കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടീസൊക്കെ ഓരോരുത്തർക്ക് എന്താണോ വേണ്ടത് പറഞ്ഞെടുക്കുക. ആദ്യം അവിടെ മാറ്റി വെച്ചിട്ട് ഞാനൊരു പരിപ്പ് വടയാണ് ഇട്ട് എടുത്തത്. കാണാൻ നല്ല ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടേസ്റ്റും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിഷത്താക്ക് എക്സ്ട്രാ കോഫി ആയിരുന്നു ഉമ്മച്ചിൻ്റെ വക. പിന്നെ ഞങ്ങൾക്കൊക്കെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ പച്ചക്കറിയൊക്കെ ആദ്യമാണ് ഫ്രിഡ്ജിൽ കയറ്റുന്നത്.